കൈലാസത്തിൽ ആദ്യമായി മകളെ കാണാനെത്തിയ മേനാവതി വളരെ സന്തോഷത്തിലായിരുന്നു. മാതാ പാർവതിക്കായി സ്വർണ്ണാഭരണങ്ങളും കൂടെയുണ്ടായിരുന്ന ശിവഗണങ്ങൾക്കായി ഓരോരുത്തർക്കും നിറയെ മധുര പലഹാരങ്ങളും മേനാവതി കൊണ്ടുവന്നിരുന്നു. എല്ലാവരുടെയും സന്തോഷം കണ്ടപ്പോൾ മഹാദേവൻ ചെറു പുഞ്ചിരിയോടെ മേനാവതിയോട് ചോദിച്ചു, മാതേ, എല്ലാവർക്കും സമ്മാനങ്ങളുണ്ട്, എന്നാൽ എനിക്കായിട്ട് എന്താണ് അവിടുന്ന് കൊണ്ടുവന്നിരിക്കുന്നത്? മേനാവതി പെട്ടെന്ന് വിഷമത്തോടെ പറഞ്ഞു, മഹാദേവ, അങ്ങയെ പ്രീതിപ്പെടുത്താൻ ഞാൻ എന്താണ് നൽകുക? അങ്ങ് എല്ലാത്തിന്റെയും അധിപനാണ്. മഹാദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരിയാണ് മാതേ, എന്നാലും എനിക്കായിട്ട് അങ്ങ് അവിടുന്ന് എന്തോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ മേനാവതി തന്റെ കയ്യിലുള്ള പാത്രം ഭഗവാന് നേരെ നീട്ടി. മഹാദേവ, അങ്ങയ്ക്ക് എന്ത് വിഭവമാണ് ഇഷ്ടമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഒരമ്മയുടെ സ്നേഹത്തോടെ ഞാൻ അങ്ങയ്ക്കായി ഈ പായസം ഉണ്ടാക്കി കൊണ്ടുവന്നു. ആ പായസം കണ്ടപ്പോൾ മഹാദേവന്റെ മുഖത്ത് ഒരു പ്രത്യേക സന്തോഷം വിരിഞ്ഞു. അത്ഭുതവും സന്തോഷവും നിറഞ്ഞ ആ മുഖത്തോടെ ഭഗവാൻ പായസം സ്വീകരിച്ചു. എന്നിട്ട് വളരെ ശാന്തമായി മേനാവതിയോട് പറഞ്ഞു, മാതേ, നിങ്ങൾ ഉണ്ടാക്കിയ ഈ പായസം വെറുമൊരു വിഭവമല്ല, ഇതിൽ അമ്മയുടെ വാത്സല്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് വരെ ഒരു അമ്മയുടെ കൈകളിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. മഹാദേവന്റെ ആ വാക്കുകൾ കേട്ട് മേനാവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു അമ്മയുടെ വാത്സല്യത്തിന്റെ പൂർണ്ണത ആ നിമിഷം മഹാദേവനും അറിയുകയായിരുന്നു. പിന്നീട് ആ പായസം കഴിച്ചതിന് ശേഷം മഹാദേവൻ പറഞ്ഞത്, എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ വിഭവമാണിത്. ഒരു അമ്മയുടെ കൈകളിൽ നിന്ന് കിട്ടിയ സ്നേഹത്തിന്റെ രുചി മഹാദേവനെ അത്രയധികം സന്തോഷിപ്പിച്ചു. അങ്ങനെ അന്നു മുതൽ മഹാദേവന്റെ ഇഷ്ട വിഭവങ്ങളിൽ ഒന്നായി പായസവും മാറി. ആ അമ്മയുടെ കൈകളിലൂടെ ലഭിച്ച ആ സ്നേഹത്തിന്റെ ഓർമ്മയ്ക്കായി മഹാദേവൻ ആ വിഭവം എപ്പോഴും പ്രിയപ്പെട്ടതായി കരുതുന്നു. മഹാദേവന് പായസം സമർപ്പിക്കുന്നത് വെറുമൊരു ആചാരമല്ല, അതിന് ആഴമേറിയ ചില കാരണങ്ങളുണ്ട്. പാൽ, അരി, ശർക്കര എന്നിവ ചേർത്തുണ്ടാക്കുന്ന പായസം പരിശുദ്ധിയുടെ പ്രതീകമാണ്. ഇത് ഭക്തർ ഭഗവാന് സമർപ്പിക്കാനുള്ള ഏറ്റവും ഉചിതമായ ഒന്നായി കണക്കാക്കപ്പെടുന്നു. പായസം സമർപ്പിക്കുന്നത് ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ്. കൂടാതെ മഹാദേവന് ചന്ദ്രനുമായി അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പായസം ചന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരു വിഭവമായി കണക്കാക്കപ്പെടുന്നു. ഇതിനെല്ലാം ഉപരിയായി സ്നേഹത്തോടും ഭക്തിയോടും കൂടി സമർപ്പിക്കുന്ന ഏതൊരു ഭക്ഷണവും മഹാദേവന് പ്രിയപ്പെട്ടതാണ്. മഹാദേവന് പാൽപായസം ഇഷ്ടപ്പെടാനുള്ള ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഹർ ഹർ മഹാദേവ്. ഓം ഗൗരി ശങ്കരായ നമഃ.